ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് തളപതി 68, തളപതി 69. 68 ആട് ഗോട്ട് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഓൾറെഡി ആട് ഒരു ഭീകര ജീവിയാണ് ഗൈസ്. മലയാളം ആടല്ല, തമിഴിലെ തളപതിയുടെ ആട്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന അപ്ഡേറ്റ്സുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ 100% വെങ്കട് പ്രഭു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുവരെ നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവം തന്നെയായിരിക്കും. ഇതിനുമുമ്പ് ലിയോ സിനിമ റിലീസായപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഹേറ്റേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ലോകേഷ് കനകരാജ്, LCU അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ് 600 കോടിക്ക് മുകളിൽ ഗ്രോസ് പോയത്. ഒരു വിജയ് പടം എന്ന ലെവലിൽ ഇറങ്ങിയിരുന്നെങ്കിൽ 100% ആ ലെവലിൽ പോകത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രൊമോഷൻ ഇല്ലാഞ്ഞിട്ടും ലിയോയ്ക്ക് ആ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ച് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഹിറ്റ് അടിച്ചെങ്കിൽ, അത് നോർത്ത് ഇന്ത്യയിൽ പ്രൊമോഷൻ കൊടുത്താണ് ഇറക്കിയിരുന്നെങ്കിൽ, നല്ല റിലീസ് കിട്ടിയിരുന്നെങ്കിൽ 100% 800 കോടി 700 കോടി റേഞ്ചിലേക്ക് ലിയോ സിനിമയുടെ കളക്ഷൻ പോയതിനെ മിക്സഡ് റെസ്പോൺസ് വച്ചിട്ട്. ഇനി വരാൻ പോകുന്ന വെങ്കട് പ്രഭുവിൻ്റെ ആട്, ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ, നോർത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്ത് റിലീസ് ചെയ്യുകയാണെങ്കിൽ 100% തളപതിയുടെ കരിയറിലെ ഫസ്റ്റ് 1000 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന സംഭവം ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഇതുവരെ വിറ്റ്നസ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമായിരിക്കും വെങ്കട് പ്രഭു ഒരുക്കാൻ പോകുന്നത്. അത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഒരു റൂമർ ഉണ്ടായിരുന്നു. ലൂപ്പർ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് വെങ്കട് പ്രഭു ഈ സിനിമ എടുക്കുന്നതെന്ന്. കാര്യം ലൂപ്പർ എന്ന് പറയുന്നത് അതിഗംഭീര സിനിമയാണ്. ടൈം ലൂപ്പ് പടമാണ്, കിള്ളി പറത്തുന്ന പടമാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ കുക്കു FM-ലല്ല നമ്മുടെ ചാനലിലുണ്ട്, കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഐ ബട്ടണിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ആ ഒരു സിനിമയുടെ ആ ഒരു പ്ലോട്ടാണ് യൂസ് ചെയ്ത് സിനിമ ചെയ്യുന്നതെങ്കിൽ ഗംഭീരമായിരിക്കും. അതിനുശേഷം വന്ന ഒരു റൂമറാണ് ജെമിനി മാൻ എന്ന് പറയുന്ന വിൽ സ്മിത്ത് അഭിനയിച്ച ഒരു ഹോളിവുഡ് സിനിമയാണ്. ഏകദേശം 130 മില്യൺ മുടക്കി ഉണ്ടാക്കി 170 കിട്ടി. ബോക്സ് ഓഫീസിൽ ദാരുണമായിട്ട് പരാജയപ്പെട്ട ഒരു ബോംബാണ് ആ സിനിമ. പക്ഷേ ആ സിനിമയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ലൂപ്പറിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് വീഡിയോ കിടപ്പുണ്ട്, കാണുക. ഈ സിനിമയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് ജെമിനി മാൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, വിൽ സ്മിത്ത് 2 വിൽ സ്മിത്ത് ഉണ്ട്. അതിനകത്ത് ക്ലോണിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലോണിങ് എന്ന് പറയുന്നത് ലിവിങ് ക്രിയേച്ചറിൻ്റെ DNA യൂസ് ചെയ്ത് അവരെ പോലെ തന്നെ അവരുടെ കഴിവുകൾ കാര്യങ്ങളെല്ലാം ഉള്ള എക്സാക്റ്റ് അവരെ തന്നെ ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്ലോണിങ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ വിൽ സ്മിത്ത് എന്ന് പറയുന്ന വളരെ വലിയൊരു ഷൂട്ടറാണ്, വെടിവയ്പ്പുകാരനാണ്. അപ്പം അങ്ങേര് കിലോമീറ്ററോളം വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിനകത്തിരിക്കുന്ന ഒരാളെ, വിൻഡോ സീറ്റിൻ്റെ സൈഡിലിരിക്കുന്ന ഒരാളെ വളരെ ദൂരത്ത് നിന്ന് വെടിവെച്ചിടാൻ കെൽപ്പുള്ള ഒരു അത്രയ്ക്ക് പ്രഗത്ഭനായിട്ടുള്ളൊരു ഷൂട്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ വേൾഡിൽ അങ്ങനത്തെ ഒരാളില്ല. ആ രീതിയിലുള്ളൊരു സംഭവമാണ് പുള്ളി. അപ്പോൾ പുള്ളി ഒരു ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഈ ഏജൻറ്റിന് ഒരുപാട് മിഷൻസ് കിട്ടും, ദുഷ്ടരായിട്ടുള്ള ആളുകളെയൊക്കെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷേ ഒരു നല്ലവനായിട്ടുള്ള ഒരാളെ കൊല്ലിപ്പിക്കുന്നു ആ ഓർഗനൈസേഷൻ. കൊല്ലിപ്പിക്കാൻ നേരത്ത് വിൽ സ്മിത്ത് അവരുടെ ശത്രുവായിട്ട് മാറുന്നു. വിൽ സ്മിത്ത് എന്നെങ്കിലും അവരുടെ ശത്രുവായിട്ട് മാറും എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് വിൽ സ്മിത്തിനെ അവർ ഓൾറെഡി ക്ലോണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാക്ട് വിൽ സ്മിത്തിനെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരൻ നല്ല ചുള്ളനായിട്ട് ട്രെയിനിങ് കൊടുത്ത് നിർത്തിയേക്കുക. കാര്യം വിൽ സ്മിത്തിനെ കൊല്ലാനായിട്ട് വേറെ ആരെക്കൊണ്ട് സാധിക്കത്തില്ല. വേറെ ലെവൽ മനുഷ്യനാണ്, അവനെ തന്നെ വേണം അവനെ കൊല്ലാൻ. അപ്പം ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഡി-ഏജിങ് ടെക്നോളജിക്കും ആക്ഷൻ സീക്വൻസുകൾക്കും വളരെ വലിയ പ്രശംസയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയത്. ബാക്കി ടോട്ടലി നോക്കുമ്പോൾ ഹോളിവുഡിൽ ഇതുപോലുള്ള കൺസെപ്റ്റുകൾ ഒരുപാട് കണ്ട് മടുത്തതുകൊണ്ട് ഹോളിവുഡ് പ്രേക്ഷകർ ദാരുണമായിട്ട് ഈ സിനിമയെ പരാജയപ്പെടുത്തി. പക്ഷേ ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഈ സംഭവം എടുത്തിട്ടാണ് തളപതി 68, അതായത് ഗോട്ട് ആടിനെ വെങ്കട് പ്രഭു ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 100% ഈ സിനിമ അടുത്ത ലെവലിലേക്ക് പോകും. കാര്യം നമ്മുടെ ഒരു ഇന്ത്യൻ ഓഡിയൻസിന് പറ്റുന്ന രീതിയിലായിരിക്കും ഈ സംഭവം കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരിക്കലും ഹോളിവുഡിൻ്റെ ആ സാധനം അതേപോലെ എടുത്തു വെക്കത്തില്ല. ഡി-ഏജിങ് ടെക്നോളജി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. തളപതിനെ ചെറുപ്പക്കാരനാക്കാന്നുണ്ട് ആ പോസ്റ്ററിൽ. പക്ഷേ കോമഡിയാണ് കേട്ടോ. ആ സംഭവമാണെങ്കിൽ ചീറ്റിപ്പോവും. അത് കുറച്ചുകൂടി പക്കയായിട്ട്, കാര്യം ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കണം. ജസ്റ്റ് ജെമിനി മാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറെങ്കിലും നിങ്ങൾ കണ്ടു നോക്കണം. അതിനകത്ത് വിൽ സ്മിത്തിനെ ചെറുപ്പക്കാരനായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ക എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പുള്ളിനെ പണ്ട് കണ്ടേക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ വിജയനെ കാണിക്കാൻ ഇവർക്ക് പറ്റിയാൽ, ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 100% ടെക്നോളജി വൈസ് ഗംഭീരമായിരിക്കും. അതുപോലെ തന്നെ പ്രായമുള്ള വിജയ് കാണും, ചിലപ്പോൾ പല വിജയികൾ കാണും ഇതിനകത്ത്. അപ്പം അത്രമാത്രം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെങ്കട് പ്രഭു മാനാട് സിനിമ ഇറങ്ങിയപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു തോന്നി ഈ വീഡിയോയിൽ തന്നെ. ഇപ്പം 2 ഹോളിവുഡ് സിനിമകളെ ഇൻസ്പയർ ചെയ്തിട്ടാണ് മാന്നാർ എടുത്തു വെച്ചേക്കുന്നത്. പക്ഷേ മാനാട് എടുത്തു വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയും ഇൻസ്പയർ ചെയ്തെടുക്കുന്നതായിക്കോട്ടെ, ആ സെയിം കഥ തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഇന്ത്യൻ ഓഡിയൻസിന് പറ്റുന്ന രീതിയിൽ ഒരുക്കിയെടുത്താൽ വേറെ ലെവലായിരിക്കും, ഒരു സംശയമില്ല.
പിന്നെ ഈ സിനിമ റിലീസായി ഇന്ത്യ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അടുത്ത അപ്ഡേറ്റ് പുറത്തുവിടാൻ പോകുന്നത് നെക്സ്റ്റ് മൂവി. കാര്യം തളപതിയുടെ സ്റ്റോറി സെലക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വേറെ ലെവലായിരിക്കും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം വാരിസ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതുപോലുള്ള ഐറ്റങ്ങൾ ഇതോടുകൂടി നിർത്തണമെന്ന് ആഗ്രഹിച്ച ഒരു ആളാണ് ഞാൻ. കാര്യം പുള്ളിയുടെ തല കാണിച്ച് കാശുണ്ടാക്കാൻ നോക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം ആ സിനിമയിലേക്കില്ല. അണ്ണാ നിങ്ങൾ എന്തിനാണ് ഹിമാലയത്തിൽ പോകുന്നത്? അണ്ണാ നിങ്ങൾ എന്തിനാണ് ബൈക്ക് എടുത്ത് റൈഡ് പോകുന്നത്? നമുക്കൊരു ഗ്രീൻ നെറ്റ് മതി, നിങ്ങൾ ചുമ്മാ ഇരുന്ന് തന്നാൽ മതി. അപ്പം ആ രീതിയിലാണ് ആ സിനിമയിലെ പാട്ടുകളൊക്കെ തുടക്കം എടുത്തു വെച്ചേക്കുന്നത്. വൻ ബോറാണ്. തല കാണിച്ച് പുള്ളിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് സ്ലൈഡ് ഷോട്ട് ഉണ്ടാക്കി തിയേറ്ററിൽ ഇട്ടാലും അത് കാണാൻ ആളുകൾ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് കംപ്ലീറ്റ്ലി ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്തെടുക്കുന്ന സിനിമകളിൽ പുള്ളി ചെന്ന് വീഴരുത് എന്നാണ്, പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡേറ്റ് കൊടുക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇപ്പോൾ ലിയോ എന്ന് പറയുന്നത് മിക്സഡ് റെസ്പോൺസ് വന്ന സിനിമയാണ്. പക്ഷേ എങ്കിലും വിജയനെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു അറ്റംപ്റ്റാണ് പുള്ളി നടത്തിയത്. അതുപോലെയുള്ള അറ്റംപ്റ്റുകൾ ഇനിയും അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നടത്തട്ടെ. ഗോട്ട് അതുപോലൊരു സിനിമയായിട്ട് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ഐറ്റം, അത് ഗോട്ട് ഇറങ്ങി മൊത്തത്തിലൊന്ന് ശാന്തമായി കഴിയാൻ നേരത്ത് ഹേറ്റേഴ്സ് ഉൾപ്പെടെ രണ്ടാമത് വീണ്ടും ലിയോയ്ക്ക് ശേഷം ഒരു അടി കിട്ടിയിരിക്കുന്ന ഒരു അവസരത്തിലായിരിക്കും നെക്സ്റ്റ് ഫിലിമിൻ്റെ അനൗൺസ്മെൻറ്റ്. ഇപ്പോഴേ റൂമേഴ്സ് ഒരുപാടുണ്ട്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റൂമറാണ് കാർത്തിക് സുബ്രാജ് ഡയറക്ഷനിൽ സൺ പിക്ചേഴ്സ് ബാനറിൽ പടം വരുന്നു, തളപതി വിജയായിട്ട് തളപതി 69. അങ്ങനെ വരികയാണെങ്കിൽ കാർത്തിക് സുബ്രാജ് അറിയാലോ വൺ ഫോമിലാണ്. വിജയും ലിയോയ്ക്ക് ശേഷം വൺ ഫോമിലായിരിക്കും എന്നാണ് പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ജനറൽ ഓഡിയൻസ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോമിൽ രണ്ടുപേരും കൂടി വരികയാണെങ്കിൽ പേട്ടയൊക്കെ ഇറക്കിയ മുതലാണ്. ഫാൻ ബോയ് സംഭവം ഇറക്കണമെന്നുണ്ടെങ്കിൽ അതും ഇറക്കാനറിയാം. ജിഗർ താണ്ട XX ഇറക്കിയതാണ് കഴിഞ്ഞിടക്ക്. അപ്പം അതേപോലെ ഡെയറിങ് അറ്റംപ്റ്റ്സ് നടത്തണമെങ്കിൽ അതിനും പറ്റും. വിജയും കൂടി ഒന്ന് കൂടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വേവ് എന്ന് പറയുന്നത് ഇതുവരെ വിജയമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല ഡയറക്ടേഴ്സിനേക്കാളും അപ്പുറത്തായിരിക്കും, ആ ലെവലിലായിരിക്കും. അത് കാണാനായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് വരട്ടെ, അത് സംഭവിക്കട്ടെ. അപ്പോൾ എന്തായാലും തളപതി 68, 69, അതായത് ആഡ് 69, ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? എന്തായാലും 69ൻ്റെ സ്റ്റോറി ലൈൻ ഇത് തന്നെ ആകാനാണ് സാധ്യത. ഇറക്കി വിട്ട പോസ്റ്റേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ജെമിനി മാനുമായിട്ട് നല്ല സാമ്യം കാണുന്നുണ്ട്. എന്തായാലും വരട്ടെ, ജസ്റ്റ് വെയിറ്റ് ഫോർ ദി ബിഗ് ബാങ്. അപ്പം ആ പടത്തിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഉടനെ വരും കേട്ടോ. ഏത് ഗോട്ടിൻ്റെ അടുത്ത ടീസർ, ട്രെയിലർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ ഗോട്ട് സിനിമ നിങ്ങൾ എത്രമാത്രം പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്നത്, എന്താണ് ആ സിനിമയുടെ മേൽ നിങ്ങൾ വെച്ചേക്കുന്ന പ്രതീക്ഷ എന്നത് കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിജയുടെ നെക്സ്റ്റ് ഡയറക്ടർ ആരായിരിക്കും, നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടൊന്നുമില്ല. അറ്റ്ലി ഉണ്ട്, നെൽസൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് ലിസ്റ്റിലുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഒരു ഡയറക്ടർ ആകാനും സാധ്യതയുണ്ട്. അറ്റ്ലി ആണെങ്കിൽ SRK വിജയമായിട്ടൊരു വമ്പൻ സംഭവം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താകുമെന്ന് അറിയാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നുണ്ട്. കാര്യം അത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ സൗത്തിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറും നോർത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാനും കൂടി ഒന്നിക്കാൻ നേരത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കൊലപാതകമായിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പം വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പം ഇനി എന്താ പറയാനുള്ള, ഇനി ഒന്നും പറയാനില്ല. അപ്പം നേരത്തെ പറഞ്ഞ ലൈക്ക് ഡിസ്ലൈക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കുക. കമൻറ്റ് മറക്കരുത്. ബൈ ബൈ.